ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പോളിഗണിനകത്ത് ഫില്ല് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എന്താണൊരു പോളിഗൺ? പോളിഗൺ ഇസ് എ ക്ലോസ്ഡ് ഫിഗർ വിത്ത് മെനി വേർട്ടിസസ് ആൻഡ് എഡ്ജസ്. ഓക്കെ, അപ്പം ഒരു പോളിഗൺ എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ്ഡ് ഫിഗറാണ്. അതിന് കുറേ വേർട്ടിസസും എഡ്ജസും കാണും. ആൻഡ് അറ്റ് ഈച്ച് വേർട്ടെക്സ് എക്സാക്ട്ലി 2 edges meet and no edge crosses the other. അല്ലേ, ഒരു പോളിഗണിനകത്ത് ഓരോ വേർട്ടെക്സ് എന്ന് പറയുന്നതും 2 എഡ്ജുകൾ ചേരുന്ന സ്ഥലങ്ങളാണ് അല്ലേ. ആൻഡ് നോ എഡ്ജ് ക്രോസസ് ദി അതർ. ഒരു പോളിഗണായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിരിക്കണമെങ്കിൽ ഒരു എഡ്ജും മറ്റൊരു എഡ്ജിനെ ക്രോസ് ചെയ്യാൻ പാടില്ല അല്ലേ. അതാണ് ഒരു പോളിഗൺ എന്ന് പറയുന്നത്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിഗൺ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് റെഗുലർ പോളിഗൺസ്, കോൺവെക്സ് പോളിഗൺസ്, പിന്നെ concave polygons. എന്താ റെഗുലർ പോളിഗൺസ്? നമ്പർ ഓഫ് എഡ്ജസ് വിച്ച് ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് ആംഗിൾസ്. ഒരു പോളിഗൺ എടുത്താൽ അതിൻ്റെ നമ്പർ ഓഫ് എഡ്ജസും അതിൻ്റെ നമ്പർ ഓഫ് ആംഗിൾസും എന്ന് വെച്ചാൽ ഓരോ എഡ്ജിൽ ഫോം ചെയ്യുന്ന ആംഗിൾ, ആ ആംഗിളും തമ്മിൽ ഈക്വൽ ആണെങ്കിൽ ദേ ആർ കോൾഡ് റെഗുലർ പോളിഗൺസ്. എന്നാൽ കോൺവെക്സ് പോളിഗൺസും കോൺകേവ് പോളിഗൺസും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കോൺവെക്സ് പോളിഗൺസ് എന്ന് പറയുന്നത് ലൈൻ ജനറേറ്റഡ് ബൈ ടേക്കിംഗ് 2 points ഇൻ എ പോളിഗൺ മസ്റ്റ് ലൈ വിത്തിൻ ദി പോളിഗൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പോളിഗൺ കൺസിഡർ ചെയ്യാം. ഈ പോളിഗണിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്തു. ഈ ഒരു പോയിൻ്റ് എടുത്തിട്ട് ആ പോയിൻ്റ് വേറൊരു പോയിൻ്റായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന പറഞ്ഞാൽ 2 പോയിൻറ്റുകളെ കൺസിഡർ ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്തത്. 2 റാൻഡമായിട്ടുള്ള 2 പോയിൻറ്റുകളെ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് അത് തമ്മിലൊരു ലൈൻ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ ആ 2 പോയിൻറ്റും ഓക്കെ, ആ 2 പോയിൻറ്റും പോളിഗണിൻ്റെ അകത്താണ് നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ആ 2 പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ ആ ലൈൻ നമുക്ക് എവിടെ കിട്ടി? പോളിഗണിൻ്റെ അകത്താണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് പോളിഗൺസ് ആർ കോൾഡ് കോൺവെക്സ് പോളിഗൺസ്. എന്നാൽ ഞാൻ 2 പോയിൻ്റ് കൺസിഡർ ചെയ്യും, ഇവിടെയും 2 പോയിൻ്റ് കൺസിഡർ ചെയ്യുക, ഇവിടെ ഒരു പോയിൻ്റ്, 2 പോയിൻ്റ് എന്ന് വെച്ചാൽ പോളിഗണിൻ്റെ അകത്താണേ. 2 പോയിൻ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഞാനൊരു ലൈൻ വരയ്ക്കുക. അങ്ങനെ ലൈൻ വരയ്ക്കുമ്പോൾ ഇഫ് ദ ലൈൻ ലൈൻസ് ഔട്ട്സൈഡ് ദി പോളിഗൺ ദാറ്റ് ഈസ് കോൾഡ് കോൺകേവ് പോളിഗൺ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പോയിൻ്റ് ഞാൻ ഇവിടുത്തെ 2 പോയിൻ്റ് എടുത്തു. ഇപ്പോൾ ഈ ഒരു പോളിഗണിനകത്ത് ഏതെങ്കിലും 2 പോയിൻ്റ് എടുക്കുമ്പോൾ അത് ഞാൻ ആ ലൈനിൻ്റെ പുറത്തൂടെ പോയി, ആ പോളിഗണിൻ്റെ പുറത്തൂടെ പോയെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് കോൺകേവ് പോളിഗൺ. ഓക്കെ, അപ്പം ഒരു പോളിഗൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും 2 പോയിൻറ്റുകൾ എടുത്തുകയാണെങ്കിൽ അത് എപ്പോഴായാലും ഇൻസൈഡ് ദി പോളിഗൺ ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് കോൺവെക്സ് പോളിഗൺസ്. ആൻഡ് ഏത് 2 പോയിൻറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ലൈൻ ജനറേറ്റ് ചെയ്ത ശേഷം ഇഫ് ദാറ്റ് ലൈൻസ് ആർ ജനറേറ്റഡ് goes outside the polygon, then that type of polygons are called concave polygons. ഓക്കെ, അടുത്തത് നമ്മൾ ഒരു പോളിഗണിനെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിനകത്തൊരു ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് കോൾഡ് ബൈ ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റ്? ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് പോളിഗണിൻ്റെ അകത്താണോ പുറത്താണോ എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റ്. Okay, this test is required to identify whether a point is inside or outside the polygon. This test is mostly used for identifying the points in a hollow polygons. Hollow polygonsലാണ് നമ്മൾ മോസ്റ്റ്ലി ഈ ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാനൊരു പോയിൻ്റ് എടുത്താൽ ആ പോയിൻ്റ് പോളിഗണിൻ്റെ പുറത്താണോ അകത്താണോ എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റ്. അപ്പം 2 മെത്തേഡാണ് മെയിൻലി ഈ ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റിന് ഉള്ളത്. ഒന്ന് ഈവൻ ഓഡ് മെത്തേഡും 2 വൈൻഡിങ് നമ്പർ മെത്തേഡും. എന്താണ് ഈവൻ ഓഡ് മെത്തേഡ് എന്ന് നോക്കാം. ഈവൻ ഓഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെൻ വി ഡ്രോ എ ലൈൻ ഫ്രം എനി പൊസിഷൻ P to a distant point outside the polygon and counting the number of edges crossing along the scan line. ഓക്കെ, ഇപ്പം ഞാനൊരു പോയിൻ്റ് എടുത്തു. ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു പോളിഗൺ. ജസ്റ്റ് ഒരു ലൈൻ വരച്ചു, ഒരു പോളിഗൺ എടുത്തു. സോറി, ഇതിലിങ്ങനെ ഓക്കെ, ഒരു പോളിഗൺ എടുത്തു. അതിനകത്ത് പറയുന്നത് എന്താണ്? ഞാൻ ഏതെങ്കിലും ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിൻ്റ് പുറത്തോട്ട് ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് പുറത്തോട്ട്, ആ പോളിഗണിൻ്റെ പുറത്തോട്ട് നമ്മളിങ്ങനെ വരയ്ക്കുക, എക്സ്റ്റെൻഡ് ചെയ്തു ആ പോയിൻ്റ്. ഓക്കെ, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഇപ്പം ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. അതിപ്പോൾ ഒരു പോയിൻ്റ് മാത്രമേ ഉള്ളെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഓഡ്.
അല്ലേ? ഇഫ് ഇറ്റ് ഈസ് ഓഡ് ദെൻ ദ പോയിന്റ് പി ഈസ് ഇൻറ്റീരിയർ പോയിന്റ് അല്ലേ? നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് ഇതല്ലേ? അത് പോളിഗണിൻ്റെ അകത്തല്ലായിരുന്നു. സോ ദാറ്റ് ഇസ് കോൾഡ് ഇൻറ്റീരിയർ. ആൻഡ് ഇഫ് വി കൺസിഡർ അനദർ പോയിന്റ് ഹിയർ and we take a scan line here. So when you find the intersecting points, there are two intersecting points here, 1 and 2. So the number becomes even. അല്ലേ? അങ്ങനെ ഈവൻ ആവുമ്പോൾ then it is called a point which is exterior of the polygon. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് ആണ് ഇവിടെയും കണ്ടുപിടിക്കുന്നത്. ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നു? നമ്മൾ ആദ്യമേ ഒരു പോളിഗൺ കൺസിഡർ ചെയ്യുന്നു. ഇപ്പം ഞാനൊരു പോളിഗൺ ഇങ്ങനെ വരച്ചു. ആ പോളിഗണിനകത്ത് നമ്മൾ സ്കാൻ ലൈൻസുകളെ എടുക്കുന്നു. സ്കാൻ ലൈൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ളൊരു പോയിൻറ്റ്സുകൾ ഞാൻ എടുക്കുക. ഒരു റാൻഡം ആയിട്ടുള്ളൊരു പോയിൻറ്റ് ഞാൻ ഇവിടെ എടുത്തു, ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു, ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു. ഓക്കെ, ആദ്യത്തെ പോയിൻ്റ് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ പോയിൻ്റ് കൺസിഡർ ചെയ്യുമ്പം ഇതിങ്ങനെ ആണ് ആ പോയിൻറ്റിൻ്റെ ഒരു ലൈൻ നമ്മൾ പുറത്തോട്ട് വരയ്ക്കാം. ആ ലൈൻ പുറത്തോട്ട് വരയ്ക്കുമ്പോൾ അത് ഏതൊക്കെ പോയിൻ്റ് എത്ര പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു? 1, 2. അപ്പം ദാറ്റ് ഈസ് ഈവൻ നമ്പർ. സോ ഈവൻ നമ്പർ ഷോസ് ദാറ്റ് ദ പോയിൻറ്റ് വി കൺസിഡർ ഈസ് ഔട്ട്സൈഡ് ദി പോളിഗൺ. അത് ശരിയാണല്ലോ? ആണ്. ആൻഡ് വെൻ വി കൺസിഡർ അനദർ പോയിൻറ്റ് ഹിയർ ആൻഡ് വി ഡ്രോ എ ലൈൻ എക്സ്റ്റെൻഡഡ് ഔട്ട്സൈഡ്, then we find how much how much points it gets intersected. There is only one point. 1 point anengil it is odd, so we can say that the values are, the point is inside the polygon. Okay, മനസ്സിലായോ? Okay. പക്ഷേ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ചില ഡയഗ്രാംസ് എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സ്കാൻ ലൈൻ പോളിഗൺ പഠിച്ചതുപോലെ വേർട്ടെക്സുകളിൽ വന്ന് സ്കാൻ ലൈൻ നമ്മളൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ദർ കോസസ് സം ഇഷ്യൂസ്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ലൈൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അപ്പം വെൻ വി ടേക്ക് എ പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് എടുക്കുക. ഈ ഒരു പോയിന്റ് എടുക്കുമ്പോൾ ദ നമ്പർ ഓഫ് വാല്യൂസ് ഇസ് ആക്ച്വലി എന്താണ്? 2 ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് ആണ് നമ്മൾ കിട്ടുന്നത്. 2 ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദ പോയിൻറ്റ് ഷുഡ് ബി ആക്ച്വലി ഔട്ട്സൈഡ് അല്ലേ? പക്ഷേ ദ വാല്യൂ ഈസ് ഇൻസൈഡ് ഹിയർ. ദ പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻസൈഡാണ്. അപ്പോൾ അതൊരു ഇഷ്യൂ അല്ലേ? അപ്പോൾ എവിടെയെങ്കിലും വേർട്ടെക്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ വേർട്ടെക്സിനെ നമുക്ക് എന്തെന്ന് ഡിനോട്ട് ചെയ്യാം? 2 കേസായിട്ട് ഡിനോട്ട് ചെയ്യാം. നമ്മൾ സ്കാൻ ലൈനിൽ പഠിച്ചതുപോലെ ഇഫ് ദ ലൈൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഈ സ്കാൻ ലൈനെ കൺസിഡർ ചെയ്തപ്പോൾ ഈ ഈ 2 പോയിൻറ്റും ഒരേ സൈഡ് തന്നെ ആയതുകൊണ്ട് ആ പോയിൻറ്റിനെ ഞാൻ 2ആയിട്ട് കൺസിഡർ ചെയ്യണം. അതേപോലെ ഇപ്പം ഈ ഒരു പോയിൻ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ 2 പോയിൻറ്റ് മേലോട്ടും താഴോട്ടുമാണ്, ഓപ്പോസിറ്റായിട്ട് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വി കൺസിഡർ ദാറ്റ് പോയിൻറ്റ് ആസ് 1 ഓൺലി. ഇതൊരു വേർട്ടെക്സ് ആണെങ്കിലുള്ള കേസാണ് പറയുന്നത്. ഇതൊരു എഡ്ജാണ് ആക്ച്വലി ഞാൻ ഈ വരച്ചത്. പക്ഷേ ഏതെങ്കിലും ഒരു വേർട്ടെക്സിനെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വേർട്ടെക്സിൻ്റെ പോയിന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇഫ് ദി ലൈൻസ് ആർ ഓപ്പോസിറ്റ് ടു ദി സ്കാൻ ലൈൻസ്, അവിടെ ഞാൻ ഒരു പോയിന്റ് മാത്രമേ എടുക്കത്തുള്ളൂ. എന്നാൽ ഒരേ സൈഡിൽ തന്നെയാണ് എൻ്റെ പോയിന്റുകൾ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റാണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ 2 പോയിന്റുകളായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ 2 പോയിന്റായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ നോക്കും ഓഡാണോ, അത് ടോട്ടൽ നമ്പേഴ്സ് എത്ര എണ്ണം വരുന്നു, ഓഡാണോ ഈവൻ ആണോ. ഓക്കെ, ഇപ്പം എന്താ ഇവിടെ 2 ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ 2, 3 അല്ലേ? 2, 3 എന്ന് പറയുമ്പോൾ അതൊരു ഓഡ് നമ്പറായിട്ട് വന്നു. അപ്പം നമുക്ക് മനസ്സിലായി ദ പോയിന്റ് ഇസ് ഇൻസൈഡ് ദി പോളിഗൺ. ഓക്കെ, അങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിലും അതേപോലെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം നമ്മളിതൊരു പോളിഗണായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ വെൻ യു കൺസിഡർ പോയിന്റ് ഹിയർ, ഇതിനകത്ത് കുറേ ഇഷ്യൂസ് ഇങ്ങനെ സ്കാൻ ലൈൻ എടുക്കുമ്പോൾ അവിടെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അങ്ങനെ ഓരോ വേർട്ടെക്സിനകത്ത് വരുമ്പോൾ അവിടെ ഇഷ്യൂസ് വരും. അതിനെ നമ്മൾ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഇനി ഏതെങ്കിലും പോയിന്റ് എടുക്കുവാണെങ്കിൽ ഇപ്പം ഇവിടുത്തെ പോയിന്റ് എടുത്തു, ഇവിടുത്തെ പോയിന്റ് ഇങ്ങനെ പോകുമ്പോൾ 1, 2, 3 പോയിന്റ്സ് ഉണ്ട്. 3 പോയിന്റ്സ് ആകുമ്പോൾ എന്താണ്? ദ വാല്യൂ ഷുഡ് ബി ഇൻസൈഡ്. പക്ഷേ നമ്മൾ ഇവിടുത്തെ പോയിന്റ് എന്തായിട്ട് എടുക്കും? 2ആയിട്ട് എടുക്കും. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ ഇതൊരു സ്കാൻ ലൈൻ വെച്ചിട്ടാണ് പറയുന്നത്. എല്ലാം സ്കാൻ ലൈനായിട്ട് എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം എത്ര പോയിൻ്റായിട്ട് മീറ്റ് ചെയ്യുന്നു, അപ്പോൾ ഇവിടെ ഞാൻ 2 പോയിൻ്റായിട്ട് മീറ്റ് ചെയ്യുന്നതായിട്ട് കൂട്ടും. ഓക്കെ, അപ്പം ഇതിപ്പോൾ 2 പോളിഗൺസ് ആണ് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു പോളിഗൺ അല്ല.
ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ലൈൻസുകൾ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പം ഇവിടുത്തെ ഒരു പോയിൻ്റ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് എന്താ പറയുക, ഈ പോളിഗണിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് വൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡാണ് കേട്ടോ. ഈ പോളിഗണിൻ്റെ അകത്ത് ഹോളോയാണ്, ഞാൻ പറഞ്ഞില്ലേ ഹോളോ പോയിൻറ്റ്സ് ആണ്. ഹോളോ പോളിഗൺസിനെ കണ്ടുപിടിക്കാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഈ വൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഹോളോ ആണ്, ഔട്ട്സൈഡ് ദി പോളിഗണാണ്. ഇതും ഔട്ട്സൈഡ് ദി പോളിഗണാണ്. അപ്പോൾ 2 പോയിൻ്റ് നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഇവിടുത്തെ ഒരു പോയിൻ്റാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്കാൻ ലൈൻ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ രണ്ടല്ലേ, അപ്പോൾ ഈവൻ ആയല്ലേ. ഈവൻ ആയപ്പോൾ നമ്മുടെ പോയിൻ്റ് ഇപ്പോൾ എവിടെയാണ്? ഔട്ട്സൈഡ് ദി പോളിഗൺ ആണ് അല്ലേ. ഓക്കെ, ഇനി അടുത്ത ഏതെങ്കിലും ഒരു പോയിൻ്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തു. ആ കൺസിഡർ ചെയ്തിട്ട് ആ സ്കാൻ ലൈൻ ഇങ്ങനെ നോക്കി. അപ്പോൾ അതിനകത്ത് 1, 2, 3 അല്ലേ. 1, 2, 3 പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അത് 3 എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? 3 എന്ന് പറയുന്നത് ഓഡല്ലേ. ഓഡെന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇൻസൈഡാണ് അല്ലേ. അപ്പോൾ ഇത് ഇൻസൈഡ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പം പ്രശ്നം വരുന്നില്ല, കാരണം നമ്മൾ വേർട്ടെക്സ് ഒന്നും എടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ വേർട്ടെക്സുകൾ എടുക്കാം. അപ്പം ഈ ഒരു പോയിന്റ് ഞാൻ എടുത്തു. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. അപ്പം ആ പോയിന്റ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നോക്കണം. അപ്പോൾ അത് 1, 2, 3, 4 അല്ലേ. നമ്മൾ ഇപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രം, ഓക്കെ, നമ്മൾ ഈ സൈഡിലോട്ട് നോക്കുന്നില്ല, ഈ സൈഡിലോട്ട് മാത്രം നോക്കുന്നത്. ഔട്ട് സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം നമ്മൾ എടുക്കുന്ന പോയിന്റ് 1, 2 അല്ലേ. 1, 2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഔട്ട് സൈഡ് അല്ലേ. പക്ഷേ അത് ഒരേ സൈഡാണെങ്കിൽ ഈ വാല്യൂ ഓഫ് ദി പോയിന്റ് ഈസ് ഒരേ സൈഡാണെങ്കിൽ നമ്മൾ 2 കൺസിഡർ ചെയ്യണം. സോ ദ പോയിന്റ് ബിക്കംസ് ഔട്ട്സൈഡ് ദി എന്താ പറയുക, ഔട്ട്സൈഡ് ദി പോളിഗൺ. ഓക്കെ, നമ്മൾ എടുത്ത പോയിന്റ് ഔട്ട്സൈഡ് ആയിരുന്നു. എന്നാൽ അകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിലോ, അകത്ത് ഏതെങ്കിലും ആ പോയിന്റ് എടുക്കുന്നത് അത് വേർട്ടെക്സിനകത്തൂടെ പോവുക. അപ്പോൾ അവിടെ എത്ര നമ്പറുണ്ട്? അത് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടുത്തെ പോയിന്റാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ പോകുമ്പം ഇവിടെ ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ അല്ലേ. വേർട്ടെക്സ് ഒറ്റെണ്ണം മാത്രമേ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ദ വാല്യൂ ഈസ് ഇൻസൈഡ്. പോയിന്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദി പോളിഗൺ ആണ്. ഇൻസൈഡ് ദി പോളിഗൺ ആണല്ലോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റ് ചെയ്യുന്നത് യൂസിങ് ഈവൻ ഓഡ് മെത്തേഡ്. കഴിഞ്ഞ് അതിനകത്തുള്ള റെസ്ട്രിക്ഷൻസ് ഓവർകം ചെയ്യുന്ന മെത്തേഡ് സ്കാൻ ലൈനകത്ത് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇവിടെ സ്കാൻ ലൈൻ്റെ ഓപ്പോസിറ്റും അതേപോലെ ഒരേ സൈഡുമാണെങ്കിൽ പോയിൻറ്റ്സ് എത്ര വെച്ചിട്ട് കൗണ്ട് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ പോയിന്റ് ഇൻസൈഡ് ദി പോളിഗൺ ആണ് ഔട്ട്സൈഡ് ദി പോളിഗൺ ആണെന്ന് കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് നോൺ സീറോ വൈൻഡിങ് മെത്തേഡ്. നോൺ സീറോ വൈൻഡിങ് റൂൾ മെത്തേഡ് എന്ന് പറയുന്നത് അനദർ മെത്തേഡ് ഫൈൻഡിങ് whether a point is inside or outside the polygon. If this every point has a winding number, interior points of two-dimensional objects are defined to those that have non-zero value for the winding numbers. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോളിഗൺ എടുക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻഡിങ് നമ്പേഴ്സാണ് എടുക്കുന്നത്. വൈൻഡിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് ഡയറക്ഷൻസ് കൊടുത്തിട്ട് ആ ഡയറക്ഷൻസ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. തുടങ്ങുന്നത് ചിലപ്പം -1 ഒക്കെ ആവാം. നെഗറ്റീവ് താഴോട്ട് പോവുകയാണെങ്കിൽ നെഗറ്റീവ്, മേലോട്ട് പോവുകയാണെങ്കിൽ 0, ആ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് വൈൻഡിങ് നമ്പർ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഡയറക്ഷൻ നമുക്ക് ജനറലി നമുക്ക് തന്നെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഞാൻ എല്ലാം 1 ആയിട്ട് എടുക്കുവാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എല്ലാം ഞാൻ -1 ആയിട്ട് എടുക്കണം. അതേപോലെ ടോപ്പിൽ നിന്ന് ബോട്ടത്തോട്ട് പോകുമ്പോൾ ഞാൻ 1 ആയിട്ട് എടുക്കുവാണെങ്കിൽ തിരിച്ച് പോകുമ്പോൾ ഞാൻ -1 ആയിട്ട് എടുക്കണം. അപ്പോൾ ഇതാണ് വൈൻഡിങ് നമ്പർ. അപ്പോൾ എത്ര വൈൻഡിങ് നമ്പർ ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വാല്യൂ പുറത്താണോ അകത്താണോ എന്നുള്ളത്. അപ്പോൾ അതിനൊരു അൽഗോറിതം ഉണ്ട്. അൽഗോറിതം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു, യു ഹാവ് ടു ഇനിഷ്യലൈസ് എ വൈൻഡിങ് നമ്പർ ടു 0. ആദ്യമേ എൻ്റെ വൈൻഡിങ് നമ്പേഴ്സ് എല്ലാം 0 ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, വി ഇമാജിൻ എ ലൈൻ ഡ്രോൺ ഫ്രം എനി പൊസിഷൻ P ടു എ ഡിസ്റ്റൻറ്റ് പോയിന്റ് ബിയോണ്ട് ദ കോർഡിനേറ്റ്. അപ്പം ഇവിടുന്ന് ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, അത് ബിയോണ്ട് പുറത്തോട്ട് ഞാൻ ആ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കി. ആൻഡ് ബിയോണ്ട് കോർഡിനേറ്റ് എക്സ്റ്റെൻഡ്. എന്നിട്ട് കൗണ്ട് ദി നമ്പർ ഓഫ് എഡ്ജസ് ദാറ്റ് ക്രോസസ് ദ ലൈൻ. ഈ ലൈൻ ക്രോസ് ചെയ്യുന്ന ലൈൻ ഏതാണെന്ന് നോക്കും. ഓക്കെ, അപ്പോൾ ഒരു ലൈനാണ് ക്രോസ് ചെയ്ത്, ആ ലൈൻ എന്ന് പറയുന്നത് താഴോട്ടാണെങ്കിൽ അപ്പോൾ ആദ്യമേ ഞാൻ 0 ആക്കി. ആ ലൈൻ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യിപ്പിച്ചപ്പോൾ താഴോട്ടാണ് പോയത്. ആ ആരോ ഓഫ് ദി ലൈൻ ഇസ് ബിലോ. അപ്പോൾ അതിനെ ഞാനിപ്പോൾ -1 ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. അപ്പം നമ്മുടെ വാല്യൂ -1 എന്നാണ് എന്നുണ്ടെങ്കിൽ
നമുക്ക് എന്താണ് നമ്മൾ പറയും അത് ദ പോയിന്റ് ഈസ് ഇൻസൈഡ് ദി പോളിഗൺ എന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവ് 0 നമ്പറിനേക്കാളും താഴോട്ട് ആ നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ വിൽ ഫൈൻഡ് ഇറ്റ് ആസ് എ പോയിന്റ് ഇൻസൈഡ് ദി പോളിഗൺ. എൽസ് ഇഫ് ഇറ്റ് ഇസ് എ പോസിറ്റീവ് നമ്പർ വിൽ സേ ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദി പോളിഗൺ. ഓക്കെ, so if the finding number is non-zero, okay, non-zero number ആണെങ്കിൽ, okay, non-zero number ആണെങ്കിൽ then we say the p is interior the point, and else if p is taken as exterior point. അപ്പം സീറോ അല്ലാത്ത സീറോ എന്ന നമ്പർ അല്ലെങ്കിൽ സീറോയ്ക്ക് മേലിൽ അല്ലാത്ത മീൻസ് നെഗറ്റീവ് നമ്പേഴ്സ് വരുവാണെങ്കിൽ, if the value number is non-zero values then p is defined to be interior point, else if p is taken to be an exterior point. ഓക്കെ, നോൺ സീറോ വാല്യൂസ് വരുവാണെങ്കിൽ ദെൻ എന്താ ഇൻറ്റീരിയറും അല്ലാതെ നോൺ സീറോ അല്ലാത്ത വാല്യൂകൾ വരുവാണെങ്കിൽ എക്സ്റ്റീരിയർ പോയിൻ്റുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇവിടുത്തെ ഒരു പോയിൻ്റ് എടുത്തു, ഇങ്ങനെ വരച്ചു. അപ്പം നമ്മൾ നോക്കുക ഇതിൻ്റെ ആരോ മാർക്ക് കൊടുത്തേക്കുന്നുണ്ടോ. നമ്മളിപ്പം കൺസിഡർ ചെയ്യുക മേലോട്ട്, അപ്പം ആദ്യമേ 0 ആക്കി വെച്ചു, എന്നിട്ട് ഒരു പോയിൻ്റ് 2 പോയിൻ്റ്. അപ്പം ആദ്യത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മേലോട്ടാകുമ്പോൾ ഞാൻ +1 കൊടുക്കുവാണ്. ഓക്കെ, +1. എന്നിട്ട് അടുത്ത പോയിൻ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് താഴോട്ടാണ് ആരോ മാർക്ക് കൊടുത്തേക്കുന്നത്, അപ്പം -1. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പം 0 ആകുമ്പം ദാറ്റ് പോയിന്റ് ഇസ് എക്സ്റ്റീരിയർ അല്ലേ. ഇത് അകത്താണ്, പുറത്തുനിന്നുള്ള പോയിന്റ് ആണല്ലോ. അതേപോലെ തന്നെ വേറൊരു പോയിന്റ് ഞാൻ എടുക്കുക. ആ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡ്രോ ചെയ്യാം. ഇങ്ങോട്ട് ഡ്രോ ചെയ്തപ്പോൾ ആ പോയിന്റ് എന്ന് പറയുന്നത് 1 ഓക്കെ, അത് ഒരു പോയിന്റ് ഇങ്ങനെ. ഓക്കെ, ഇങ്ങോട്ട് വരുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ലൈനും കൂടെ എടുത്ത് പ്ലസും മൈനസും ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ വരച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ പോയിന്റ് എടുത്തു ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്കെന്താണ്, ഈ ആദ്യമേ 0, പിന്നെ അത് മേലോട്ടാണെങ്കിൽ +1. അപ്പം അത് 1 ആയി. 1 എന്ന് പറയുന്നത് നോൺ സീറോ നമ്പറാണ്. അപ്പം അത് നമുക്ക് ആക്ച്വലി എവിടെ വരുന്നു? ഇറ്റ് ഇസ് എ ഇൻറ്റീരിയർ പോയിന്റ് അല്ലേ, അകത്ത് വരുന്നു, ഇൻറ്റീരിയർ പോയിന്റ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഏത് പോയിന്റ് എടുത്താലും നിങ്ങൾ വാല്യൂ നോക്കിയാൽ മതി. 0 വാല്യൂ വരുവാണെങ്കിൽ അത് എക്സ്റ്റീരിയറും, 0 അല്ലാത്ത വാല്യൂകൾ വരുവാണെങ്കിൽ അത് ഇൻറ്റീരിയർ പോയിന്റും ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റിനകത്ത് വരുന്ന 2 പോർഷൻസ്, ഫൈൻഡിങ്ങും ഈവൻ ഓഡ് മെത്തേഡും. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ തീർന്നു. ഇനി നമുക്ക് തേർഡ് മോഡ്യൂൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് തുടങ്ങാം. ഓക്കെ.